Hello CSNs, welcome to CSify. This is me, RJ Meenakshi. സോ CSയുടെ സീസൺ 4ൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ ചൂടല്ലേ? നമ്മൾ നേരത്തെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ സമയത്ത് സമ്മർ വെക്കേഷനായിരുന്നു, എല്ലാവരും വീട്ടിലിരിക്കുന്ന ടൈമായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ചെയ്യാനാ, കോളേജിൽ വരണ്ടേ? അതുകൂടാതെ സെമസ്റ്റർ എൻഡിക്കും കൂടെ എല്ലാവരും ഓട്ടം. സീരീസ് എക്സാം, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, ലാബ് എന്ന് വേണ്ട ഭയങ്കര തിരക്ക്. എൻ്റെ അമ്മേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ആരെങ്കിലും വിളിച്ച് കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് കേട്ട് കുറച്ച് കഥകളൊക്കെ ഒന്ന് കേട്ടിരുന്നാലോ. ഇങ്ങനെ ആലോചിച്ചാൽ മാത്രം പോരല്ലോ, ആൾ വേണ്ടേ? ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയത്, ദേവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ബാക്കി പറയാം. അതായത് 18ാമത്തെ വയസ്സിൽ ഏറ്റവും കൂടുതൽ വുഡ് ആർട്ട് ചെയ്തതിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച ആളാണ്. കൂടാതെ നമ്മുടെ ഈ മാഞ്ചസ്റ്റർ സിറ്റി ഫോളോ ചെയ്യുന്ന ഏക മലയാളി കൂടായ നമ്മുടെ സ്വന്തം ദേവൻ ചേട്ടൻ. ഇപ്പോൾ മനസ്സിലായി കാണാമല്ലോ. സോ ആ ദേവൻ ചേട്ടനെയാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഹലോ ദേവൻ ചേട്ടാ. ചേട്ടാ ഇപ്പോൾ തുടങ്ങുമല്ലേ? ഓക്കെ. സോ 18ാമത്തെ വയസ്സിലെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു സ്ഥാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര സില്ലി കാര്യമല്ല. സോ ഇങ്ങനൊരു അച്ചീവ്മെന്റ് കിട്ടിയിട്ട് ഹൗ ഡു യു ഫീൽ? സന്തോഷം. അതാണ് കാര്യം ഒരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു മൊമെന്റ് എന്തായാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ലോക്ക്ഡൌൺ എല്ലാത്തിനും ആരംഭം. ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ഇതേപോലെ വരയ്ക്കും. അന്നേരം മനസ്സിലായി സാധാരണ രീതിയിൽ അല്ല, എനിക്കിന്ന് നാളെ അറിയണമെന്നുണ്ടായിരുന്നു എന്റെ വർക്ക്സ് ഒക്കെ. അപ്പൊ അന്നേരം സാധാരണ പെൻസിൽ ഡ്രോയിങ്സ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അത് ചെയ്യുവാണെങ്കിൽ വലിയ ഒരു ഇതിലേക്ക് പോകില്ല. അപ്പൊ അന്നേരം എങ്ങനെയോ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇരുന്ന് അച്ഛനോട് ഇരുന്നപ്പോ തോന്നിയ ഐഡിയ ആണ്. അച്ഛനോട് ഈ കാര്യം പറഞ്ഞ് അപ്പൊ അച്ഛനാണ് ഈ വുഡൊക്കെ ഒപ്പിച്ചു തന്നത്. അങ്ങനെ ഇപ്പൊ കാണുന്ന വുഡിലേക്ക് എത്തി. കൊള്ളാം. അപ്പോ ചേട്ടൻ ഒത്തിരി അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് ചേട്ടൻ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള അച്ചീവ്മെന്റ് ഏതാ? അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോ പടം വരയിലേക്ക് എൻ്റർ ചെയ്തപ്പോ നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ആളത് കാണുന്നു, അത് കണ്ടിട്ട് അവരത് ഷെയർ ചെയ്ത് നമുക്ക് മെസ്സേജ് ഇടുന്നത്. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ബേസിക്കലി. പിന്നെ അതിനുശേഷം ഈ ഒരു വുഡ് ആർട്ട് എന്ന് പറഞ്ഞ മേഖല കയറിയതിനു ശേഷമാണ് ജീവിതത്തിൽ ഇപ്പോൾ ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവം നടന്നത്. മാൻ സിറ്റി എന്ന ക്ലബ് എന്നെ ഫോളോ ചെയ്യുകയും അവരെനിക്ക് ഹാലൻഡിൽ ഏറ്റവും ഇപ്പോഴത്തെ യൂത്തിലെ ഏറ്റവും ടോപ്പ് സ്റ്റാറായ ഹാലൻഡിന്റെ സൈനിട്ട ഒരു ജേഴ്സി അയച്ചത് അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഉണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മുടെ വീടിന്റെ അടുത്തുനിന്നുള്ള ചെറിയ ലൊക്കാലിറ്റീസ്, ഇവിടുത്തെ ഓരോരോ ഇപ്പോ ലൈബ്രറി അസോസിയേഷൻ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, അതേപോലെ തന്നെ വേറെ ഇവിടുത്തെ പുരോഗമന കലാസംഘം, അങ്ങനത്തെ കുറച്ച് സ്ഥാപനങ്ങളിൽ നിന്നും അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ചെറിയ അച്ചീവ്മെന്റ്സ്. പക്ഷെ ഏറ്റവും മെയിൻ ഹാലൻഡിന്റെ തന്നെയാണ് എന്തുകൊണ്ട് സിറ്റിന്നുള്ളത്. അതെ അല്ലേ? ഓക്കെ. പിന്നെ ചേട്ടാ, ഇങ്ങനൊരു അംഗീകാരമൊക്കെ കിട്ടിയപ്പം നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരു സപ്പോർട്ട് കാണുമല്ലോ, ഫ്രണ്ട്സിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഒക്കെ. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ഓരോ പടങ്ങളും അവരൊക്കെ സ്റ്റോറി ഇടും. അവരുടെ സ്റ്റോറിയിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും ഇതിങ്ങനെ സ്പ്രെഡായി ഇങ്ങനെ എത്തി നിൽക്കുന്നത്. പിന്നെ അവരുടെ സ്റ്റോറി കണ്ടിട്ടായിരിക്കും ഇപ്പൊ ഓരോ ആൾക്കാർ ഞാൻ വരയ്ക്കുന്നവരെ തന്നെ ഇത് കണ്ടിട്ട് മെൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് അവരത് കാണും. എന്റെ തന്നെ കാണുന്നില്ല. ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഇടുന്നതായിരിക്കും മിക്കതും കാണും. എന്റെ വർക്സിന്റെ മെജോറിറ്റി ഓഫ് വർക്സ് കാണുന്നതും ഇതേപോലത്തെ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് ഇട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ സ്റ്റോറിയിലാണ് എന്റെ കാണുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ വരയ്ക്കുമ്പോൾ എല്ലാരും റിപ്ലൈ നല്ല വർക്ക് അങ്ങനെ അതൊക്കെയാണ് സപ്പോർട്ട്. അതാണ് പ്രതീക്ഷിക്കുന്നത്. അതെ. പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒന്നും സക്സസ് ആവത്തില്ല, പാളിപ്പോകാനായിട്ട് ഒത്തിരി ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പം ഒത്തിരി പേര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഫാമിലി ആണല്ലോ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരുടെ നിന്ന് സപ്പോർട്ട് കിട്ടുക വലിയൊരു കാര്യമാണ്. അപ്പൊ ആ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടിയിരുന്നു? പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്തവരുടെ മുന്നിൽ ഇങ്ങനെ ഞാൻ ഇതൊരു നാളെ എനിക്കിത് വലിയൊരു പ്രചോദനം ആകും എന്ന് തോന്നിയിട്ടുണ്ടോ? ബേസിക്കലി ഡീമോട്ടിവേഷൻ എന്ന് പറയാൻ എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ എവിടുന്ന് ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും ഫാമിലി നിന്നാണെങ്കിലും
ഐ മീൻ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നീ ചെയ്യണ്ട എന്നൊരു പറയാറില്ല. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ അച്ഛനമ്മമാരെ പോലെ തന്നെ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് വരയ്ക്കാണ്ടിരിക്കുമ്പോൾ അവർ പറയും ഇപ്പൊ വരയ്ക്കണ്ട, പഠിക്കാൻ പറയും. അത് സ്വാഭാവികമായിട്ട് അതിപ്പോ പയ്യെ മാറി മാറി വരുന്നുണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന വർക്സിന്റെ എല്ലാ വുഡും കട്ട് ചെയ്യുന്ന അമ്മയാണ്. അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ള പണിയാണ് അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് തരുന്നത് അമ്മയാണ്. അതേപോലെ തന്നെ ഈ ഐഡിയയിലേക്ക് ഈ പറഞ്ഞു തന്നെ അച്ഛനാണ്. അതായത് ഈ വുഡ് എന്താണ്, ഈ വുഡ് എവിടുന്ന് കിട്ടും, എല്ലാം ഒപ്പിക്കുന്ന അച്ഛനാണ്. ജസ്റ്റ് ഞാൻ ഈ കാര്യം ഞാൻ തോട്ടിന്ന് കൺവേ ചെയ്തപ്പോ ഇങ്ങോട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റി എല്ലാം പറഞ്ഞ അച്ഛനാണ്. അപ്പൊ അത് സപ്പോർട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ ഞാൻ പറഞ്ഞില്ല, എല്ലാരും ഇൻസിന് തന്നെ എനിക്ക് പുഷ് ഇടാൻ കാരണം ഇതേപോലെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാ. അതെ അല്ലേ, അത് വലിയൊരു ഭാഗ്യം തന്നെ അച്ഛനും അമ്മയൊക്കെ ഇത്ര സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. അതെ. പിന്നെ ചേട്ടനൊരു എത്രാമത്തെ ഏജ് തൊട്ടാ ഇങ്ങനെ ഒരു വുഡ് ആർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? എപ്പോഴാ ഇൻട്രസ്റ്റ് തോന്നിയേ? വുഡ് ആർട്ടിൽ കയറിയത് ലോക്ക്ഡൌൺ സമയത്താണ്. അത് 18 വയസ്സായപ്പോ. ആണല്ലേ, ഓക്കെ. 17ന്റെ പകുതിയായിരുന്നു, അത് ഓർമ്മയില്ല. നമ്മുടെ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലാണ്, അതിന്റെ ആ ഒരു ബിഗ് ടൈമിലായിരുന്നു. ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുക, ഒന്നും ചെയ്യാനില്ല, ചുമ്മാ കുറെ പടം വരയ്ക്കും, അത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോഴാണ് തോന്നിയത് ഒന്ന് ഇച്ചിരിയെങ്കിലും അറിയണം എന്ന് വെച്ച് ചെയ്തു തുടങ്ങിയ സാധനമാണിത്. അതെ അതെ, അങ്ങനെയാണ്, അതാണ് കിടക്കും. ഓക്കെ. പിന്നെ ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്താണ് ഇൻസ്പയർ ചെയ്തത്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റൈലോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? ഇല്ല, ഒരാളെ നിന്ന് ഇൻസ്പയർ ആയിട്ട് അങ്ങനെ ആയിട്ടുള്ളതല്ല. കാരണം ഐ മീൻ ഇപ്പോ ഇതൊരു ഈ ഒരു ടൈപ്പ് ആർട്ടൊക്കെ കൊണ്ടുവന്ന് ഞാനാണെന്ന് എനിക്കൊരു ആളുടെ ഫണ്ടിൽ അങ്ങനെ പറയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പൊ ഇൻസ്റ്റ. അതെന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ആൾക്കാരല്ല, എന്റെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഉള്ളവർ തന്നെ ഇൻസ്റ്റയിലുള്ളവരുണ്ട്, കുറെ പേർക്കുണ്ട്, എന്നൊക്കെ നല്ല കളിക്കുന്നുണ്ട്. അതും ഈ പെൻസിലും കൊണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ ശരിക്കും റിയലിസ്റ്റ് ആയിട്ടുള്ള പടം വരയ്ക്കുന്നവരൊക്കെ കുറെ പേരുണ്ട്. പക്ഷെ അവരൊന്നും ആരും അറിയാതെ പോകുന്നവരാണ്. 10, 200, 300 ഫോളോവേഴ്സ് ഉള്ളവരൊക്കെയാണ്. എന്റെ ഈ ഒരു ടൈപ്പ് ഓഫ് യുണീക്നെസ് കാരണമാണ് എന്റെ ഫേമസ് ആയത്, മനസ്സിലായോ? അവര് പക്ഷെ എന്നെക്കാളും ഭയങ്കരമായിട്ട് സ്കില്ലുള്ളവരാ. പക്ഷെ അവരുടെ അതെന്ന് പറഞ്ഞാൽ എല്ലാരും ചെയ്യുന്ന ആ ഒരു മേഖലയിൽ അവര് പെർഫെക്റ്റാ, പക്ഷെ അത് അങ്ങോട്ട് അറിയുന്നില്ല. അതേ ഉള്ളൂ. എന്റെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഐ മീൻ ഇപ്പോ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോ വേറെ 3-4 പേരൊക്കെ ചെയ്യുന്നുണ്ട്, ഈ അറിയാവുന്നവരുണ്ട്. പക്ഷെ ഇനിഷ്യലി ഇത് ഞാനാണ് കൊണ്ടുവന്നത്. അപ്പൊ അത് കാരണമാണ് ഇത് അന്നേരം ക്ലിക്ക് ആയത്, ഫേമസ് ആയ കാരണം. അതെ. ഓക്കെ. പിന്നെ ഇങ്ങനൊരു ഈ വുഡ് ആർട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്നവരൊക്കെയാണല്ലോ ചേട്ടൻ അറിയാവുന്നവരൊക്കെ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? എന്തെങ്കിലും? ഇല്ല, അവര് വുഡ് ആർട്ട് ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അതിനേക്കാളും എന്തുകൊണ്ട് നല്ല സാധാരണ ട്രഡീഷണൽ ആർട്സ് ചെയ്യുന്നത് തന്നെയാണ്. ഫൈൻ ആർട്സ് ആണെങ്കിലും അതിപ്പോ പെൻസിൽ ആർട്ട് ആണെങ്കിലും വുഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് മേഖല. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണ ഒരു പടം വരയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ് വുഡ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞ കൂടുതലും അതിനെക്കാട്ടിലും ഡിജിറ്റൽ ആർട്സിൽ ഫോക്കസ് ചെയ്യാൻ പറയും. കാരണം എനിക്ക് എന്റെ ഒരു ദിവസം നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പൊ എനിക്ക് ഈ ആർട്സ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോയെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ കരിയറിൽ അങ്ങനെ ഒരു ലൈക്ക് ഇപ്പൊ കിട്ടിയതൊക്കെ മഹാഭാഗ്യമാണ്, അതെല്ലാം നല്ല പറയുന്നത്. പക്ഷെ ഒരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്കോപ്പ് തോന്നുന്നില്ല എനിക്ക് ഈ ഇത് കാണുന്നു. മേ ബി ഉണ്ടാവട്ടെ, പക്ഷെ ഡിജിറ്റൽ ആയിട്ടായിരുന്നെങ്കിൽ അഫ്കോഴ്സ് ഭയങ്കര ചാൻസ് ഉണ്ടാകാൻ, ലോഗോ ആണേലും അതേപോലത്തെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരാളുടെ കയറുവാണെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് പഠിക്കാൻ പറയും. ഓക്കെ. അതായത് ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഈ ഡിജിറ്റൽ ആർട്സിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഈ ഒരു വുഡ് ആർട്ട് ഉയർന്ന് വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതുണ്ട്. കാരണം ഇത് പണ്ടോട്ടേ ഉള്ള ട്രഡീഷണൽ സാധനമല്ല, ഇതൊരാളുടെ സ്കില്ലെന്നൊക്കെ പറയുന്ന സംഭവമല്ല. അപ്പൊ ഇതും അഫ്കോഴ്സ് പറയണം എന്താണെങ്കിലും. പിന്നെ സപ്പോർട്ടാണ് എല്ലാത്തിനും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്, അടിപൊളി കുറെ പേരുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും 10, 50, 100 ലൈക്കൊക്കെ വെച്ച് ഇങ്ങനെ പോകുന്നു. ലൈക്ക് ആ ഒരു ഇത് മാറി ആൾക്കാർ കൂടുതൽ ഇപ്പൊ ഇൻസ്റ്റയിലുള്ള സകല ഗോമാളിത്തരവും ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യും ഇഷ്ടം പോലെ. അതിന് ഇങ്ങനത്തെ കുറച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലത്. ഓക്കെ. പിന്നീടുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ വുഡ് ആർട്ടൊക്കെ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഫണ്ണിയസ്റ്റ് ആയിട്ട് അല്ലെ മെമ്മറബിൾ ആയിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിൽ മെമ്മറബിൾ ആയിട്ട് ചെയ്യാൻ തോന്നിയ എന്തെങ്കിലും ഉണ്ടെന്ന് ഷെയർ ചെയ്യോ? വുഡ് ആർട്ട് സമയത്തില് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഫസ്റ്റ് വർക്ക് തന്നെയാണ്. ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിരുന്നു, August 15. രസം എന്ന് പറഞ്ഞാൽ അതന്ന് ഐഡിയ ഒക്കെ തോന്നി അന്ന് തന്നെ. പക്ഷെ അത് ചെയ്ത എല്ലാ സാധനങ്ങൾ ഈ പറഞ്ഞ അച്ഛനെ ഒപ്പിച്ചു കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് രാത്രിയായി, 10 12 ആയി. പിന്നെ ഇരുന്ന് വരച്ച് ആ വർക്ക്
ചെയ്ത് തീർത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 16-നായിരുന്നു ഫസ്റ്റ് വർക്ക്. അതാണ് ആദ്യത്തെ വുഡ് ആർട്ട് ഞാൻ ചെയ്തത്. അന്നേരം അതിനകത്ത് ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ കുറെ പാളിച്ചുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് പെയിന്റിംഗ് കൊണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അടിക്കുന്ന പെയിന്റില്ലേ, ആ സെയിം പെയിന്റ് പെയിന്റ് അടിച്ചത് അതിനകത്തില്ല. അപ്പൊ അത് കാരണം ഈ വുഡിന്റെ ഗ്യാപ്പിൽ കൂടെ പെയിന്റ് താഴോട്ട് ചൂന്നിറങ്ങി ഇങ്ങനെ ആ സൈഡിലൊക്കെ മൊത്തം അങ്ങ് വൃത്തിയിടായിരുന്നു. അതൊരു അത് ചെയ്ത് കഴിയുമ്പോ ഒരു വൃത്തിയില്ല എന്ന് പറയാം. അത് തന്നെ വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഒരു ഇതായിരുന്നു ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്ക്. പടം ഒത്തായിരുന്നു, പക്ഷെ എന്നാലും ഈ പെയിന്റ് ഇങ്ങനെ ഇറങ്ങി സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി അങ്ങനെ ആ ഒരു ഇതാ. അപ്പൊ അത് ഫസ്റ്റ് വർക്ക് എപ്പോഴും നമുക്ക് നമ്മളോടായിരിക്കുമല്ലോ, അതാണ്. പിന്നെ ഇറിറ്റേറ്റഡ് ആയിട്ട് വന്ന് ഇറക്കുന്ന പറഞ്ഞത് ഇതിപ്പോ വുഡ് ആർട്ടല്ല. ഞാൻ വുഡ് ആർട്ടിന് പുറമെ ഇപ്പോ ഈ അരിയിൽ ചെയ്യുന്നുണ്ട് വർക്ക്. ഇൻസ് നോക്കി കാണാൻ പറ്റും. ഈ അരിയിൽ കറുത്ത പെയിന്റ് അടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ബോളിവുഡ് സീരീസ് ആയ ഫർസി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫർസി എന്ന് പറഞ്ഞ സീരീസ് ഷാഹിദ് കപൂറും വിജയ് സേതുപതിക്കുള്ള സീരീസ്, വെബ് സീരീസാ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ അത് കാരണം തന്നെ അവരുടെ ഒരു വർക്ക് ചെയ്തായിരുന്നു ആ സീരീസിന്റെ ആ ഒരു സീരീസിന്റെ ചെയ്തായിരുന്നു. അപ്പൊ അത് ചെയ്തത് ഈ അരിയിലാണ് ചെയ്തത്. അത് ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു. ഇതേപോലെ ഞാനിങ്ങനെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയതാ. അത് പക്ഷെ ഭയങ്കര അത് ഇനിയും ചെയ്യാൻ ഇച്ചിരി മടി കാണിക്കുന്ന സംഭവം അത്. കാരണം അത് നമ്മൾ എന്താ അരിയാവുമ്പോ ഞാൻ ചെയ്തത് എന്റെ വീടിന്റെ വരാന്തയിലുള്ള ടൈൽസിലാണ്. അപ്പൊ അന്നേരം ഈ അരി അങ്ങോട്ട് ഇടുമ്പോ തന്നെ ഇതങ്ങ് ഉരുണ്ടു പോവും, അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് പോവും. ഫാൻ ഇടാൻ പറ്റത്തില്ല. ശ്വാസം നമുക്ക് വിടുമ്പോ ശ്വാസം കാരണം ഇതങ്ങ് ഉരുണ്ടു പോവും. മാസ്ക് വിട്ട് ഫാനില്ലാതെ ചെയ്തത്. അപ്പൊ അതൊരു ഭയങ്കര പാട് വർക്കായിരുന്നു. പക്ഷെ അത് പുള്ളിക്കാരൻ കണ്ട്, ഷാഹിദ് കപൂർ കണ്ട് ചോറ് കിട്ടായിരുന്നു. അതാണ് സമാധാനമായത്. നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കിന് ഫലമുണ്ടായി. സത്യം. ഇതാണ് ആകെ സന്തോഷം. ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ആകെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന ആ ആളത് കണ്ട് ഷെയർ ചെയ്തു, ഒരു മെസ്സേജ് ഇടും. അതാണ് അൾട്ടിമേറ്റ്ലി ഏതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ആഗ്രഹം. സത്യം, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അതാണ്. അതെ, നമ്മൾ ആ ആൾക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ട് ആളത് കാണാതെ പോകുമ്പോൾ വിഷമോ, പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് നമുക്ക് മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് വേണമെങ്കിലും വേണ്ട, അത് ലൈക്ക് ചെയ്യുവാൻ തന്നെ നമുക്ക് ഹാപ്പി, നല്ല ഹാപ്പി. അതെ, ഓക്കെ. സോ ചേട്ടാ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇത്രയൊക്കെ ആയിരുന്നു. സോ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യമൊക്കെ ഷെയർ ചെയ്തതിനും ഒക്കെ ഒത്തിരി നന്ദി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓഹോ, താങ്ക് യു. ഓക്കെ. ഇത്രയും ചെറുപ്രായത്തിലെ ഇത്രയേറെ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ചേട്ടൻ അതിൻ്റെ പിറകിൽ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അതല്ലേ നമ്മളിപ്പോൾ കേട്ടത് മുഴുവനും. ചേട്ടൻ ഇനിയും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകാനായിട്ട് നമുക്ക് ആശംസിക്കാം. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് ആർ ജെ മീനാക്ഷി സൈനിങ് ഓഫ്. ഗെറ്റ്സ് ഈസി ഫൺ.